വാൾ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഒഴിവാക്കാവുന്ന ഒന്നായിട്ട് പരിച്ഛേദനത്തെ പഠിപ്പിച്ച പൗലോസ് ആ അടയാളത്തിന് പിന്നിലെ പൊരുൾ കാണാതെ പോകരുതെന്ന് ശഠിച്ചു. യഥാർത്ഥ പരിച്ഛേദനം ഹൃദയത്തിലാണ്. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അതിന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. പുറത്തു സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ അകത്ത് സംഭവിക്കുന്ന രൂപാന്തരീകരണമാണ് പ്രധാനമെന്ന ക്രിസ്തു ബോധനത്തിൽ നിന്ന് രൂപപ്പെട്ടതാവണം ഈ വിചാരം. ചുരുക്കത്തിൽ, ക്രിസ്തുവിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം നിരന്തര സംഘർഷങ്ങൾക്ക് ജീവിതം തീരെഴുതി കൊടുക്കുക എന്നത് തന്നെയാണ്. ഹൃദയത്തിൽ ഒരു വാള് പാളിയവർ തന്നെയാണ് അവൻ്റെ സ്നേഹിതർ. നെഞ്ചിലൂടെ പാളുന്ന അത്തരം വാളിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ഇത്തിരി പോന്ന ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ പള്ളിയിലെത്തുമ്പോൾ ശിമയോൻ എന്ന ജ്ഞാനവൃദ്ധനും പറഞ്ഞത് അങ്ങനെയാ, നിന്റെ ഉള്ളിലൂടെ ഒരു വാൾ കടക്കും. എന്തിനാണ് ഈ ദരിദ്ര സ്ത്രീയുടെ നെഞ്ചിലൂടെ വാൾ കടന്നു പോകേണ്ടി വരുന്നത്? കാരണമുണ്ട്. തോളിലിരിക്കുന്ന കുഞ്ഞ് അപകടകാരിയാണ്. ആരെങ്കിലും അവനെ ഗൗരവമായി എടുത്താൽ ശിഷ്ടകാലത്തെ അവൻ വിപൽക്കരമാക്കും. മുതിർന്നപ്പോൾ ആ കുഞ്ഞ് അർത്ഥശങ്കയില്ലാതെ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഉള്ളിൽ ഒരു വാളുണ്ടായിരിക്കുക എന്നാൽ നിരന്തരം വിഭജിക്കപ്പെടുകയെന്നർത്ഥം. ചെയ്ത കാര്യങ്ങൾക്കും ചെയ്യാത്ത കാര്യങ്ങൾക്കുമിടയിൽ ഹൃദയം നുറുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ഉച്ചയ്ക്ക് വാതിക്കൽ വന്ന് മുട്ടുന്ന ഒരു ഭിക്ഷക്കാരൻ. ഇവിടെ ഒന്നുമില്ല. വീട്ടമ്മ അയാളെ സ്നേഹപൂർവ്വം ഒഴിവാക്കുന്നു. പിന്നെ മക്കൾ വന്നു. അതിനുശേഷം പണിശാലയിൽ നിന്ന് ഭർത്താവ്. എല്ലാവരും ഉണ്ട് മടങ്ങി. മിച്ചം വന്ന ഒരു പിടി തണുത്ത ചോറ് ഭക്ഷിക്കാനായുമ്പോൾ നെഞ്ചിലൊരു സങ്കടം കനക്കുന്നു. ദൈവമേ, അയാൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമോ? അതോ എല്ലായിടവും അയാൾക്കെതിരായിട്ട് കൊട്ടി അടയ്ക്കപ്പെട്ടോ? പിന്നെ ഒരു പിടി തണുത്ത ചോറ് തൊണ്ടയിൽ കുരുങ്ങുന്നു. അങ്ങനെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഈ ഒരു വാൾ നിങ്ങളുടെ ആത്മാവിൽ ചോര പൊടിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടും വാള് കൊണ്ടുവന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ക്രിസ്തു വാൾ ഉറയിലിടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവർ അവിടുത്തെ മൊഴികളെയൊക്കെ തെറ്റിദ്ധരിച്ചതിൻ്റെ പരിണിത ഫലമാണിത്. അവനവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. വാളും മടിശീലയും ഇല്ലാതെ യാത്ര പോയിട്ട് അവർക്കൊരു കുറവും വന്നിട്ടില്ലല്ലോ. എന്നാൽ ഇനി വാളില്ലാത്തവൻ കുപ്പായം വിട്ട് വാൾ വാങ്ങട്ടെ, മടിശീലയില്ലാത്തവൻ മടിശീല വാങ്ങട്ടെ. സൂചന ഇതാണ്, ഒരു കരുതലുമില്ലാതിരുന്ന കാലത്ത് നിങ്ങളെ ആരോ സംരക്ഷിച്ചിരുന്നുവെന്ന്. എന്നാൽ ഇനി ഒരധികാരവും ധനവും നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നില്ല. ആ പാഠത്തിൻ്റെ മർമ്മം തിരിച്ചറിയാതെ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശം 2 വാളുണ്ട്. മനോഹരമായ ഒരു പാഠം പാടുന്നത് കണ്ടിട്ട് മടുപ്പോടെ അവൻ പറയുകയാണ്, അത് മതി. അവർക്ക് ആശ്വാസമായി. 2 വാളായാലും മതി. ആ വാളിൽ ഒന്നാണ് പത്രോസ് എടുത്ത് വീശുന്നത്. അത്രയും കൃത്യമായി വെട്ടിയത് കൊണ്ട് ചെവിയുടെ അറ്റം മാത്രം കിട്ടുകയും ചെയ്തു. ആ വാൾ ഉറയിലിടുക എന്ന് അവൻ അവരോട് പറഞ്ഞു. ഒരു വാളും പുറം ലോകത്തെ പരിക്കേൽപ്പിക്കുവാനല്ല, പുറത്തുള്ള ലോകത്തെ ഹിംസിക്കുവാൻ നിനക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത്? വാൾ ഉറയിലിരിക്കാനുള്ളതാണ്. ഹൃദയമാണ് ആ ഉറ. ഉള്ളിലിരുന്ന് അത് നിങ്ങളെ പകുത്തുകൊള്ളട്ടെ. സ്നേഹമുള്ളവരെ, വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് നിന്റെ മജ്ജയിലേക്കും മാംസത്തിലേക്കും തുളഞ്ഞു കയറണം. ക്രിസ്തുവാകുന്ന വചനം നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. വചനമാകുന്ന വാളിലൂടെ യഥാർത്ഥ പരിച്ഛേദനം ഹൃദയത്തിലുണ്ടാകുവാൻ
ആത്മീയമായ പരിച്ഛേദനത്തിന് നമുക്ക് നമ്മെ തന്നെ ഈ നോമ്പ് കാലത്ത് വിട്ടുകൊടുക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.